We found our place on the branch of an old gum tree. Our feet would sway to a voice in the breeze. And birds would sing on the banks of an ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെയെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നങ്ങ് ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും ചെയ്തു. അവിടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ടാനിയായെയും കെവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹമംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. ജനങ്ങളെ പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. And birds would sing on the banks of a narrow stream. These memories will stay with me. We made our way to a hill beside the sea. With salt in the air and sand on our feet. We felt the sun as it burned upon our skin. These memories will stay with me. Now I'm far away. These memories still remain. Now I'm far away. You stay with me the same.
far away, you stay with me the same. അതെ, ഞാൻ പെട്ട് ഗൈസ്. If I listen, will my ears know the sound of your voice? Show me your voice. If I see you, will you quiet the storm in my mind? Quiet my mind. If you search me, will you say that I'm good and faithful? ദൈവത്തിൻ്റെ ആശീർവാദത്തോടുകൂടി ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ഈ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടുമാണ് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായ നമ്മളെല്ലാവരും ഇവരോടൊപ്പം ഇന്ന് ദേവാലയത്തിലായിരിക്കുക. നമുക്കൊരു വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amen.
നിത്യനായ തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥാ എന്നേക്കും. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനേക്കും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ നീക്കും. വചനത്തിൽ വിശദീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണ്ണയായ സഭയെ കരയോ ചുടുമോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധിയും കളങ്കയുമായിരിക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ശരീരമാവുകയും ചെയ്യും. ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. അനുഗ്രഹപൂരിത കവിത തോന്നികൾ പോലെ നാദിക്കുന്നു.
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷം. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ 2 മക്കള് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ കുടുംബമായി തീരുകയാണ്. അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മക്കളെ ഒരുക്കി വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിനെ ഓർത്ത്. സഹോദരങ്ങളുണ്ട്, അവരെല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇവർക്ക് വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ 2 പേരെയും നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില നുറുങ്ങു ചിന്തകൾ ഇവർക്ക് കൊടുക്കാമെന്ന് ഞാൻ കരുതുകയാണ്. കെവിൻ ഒത്തിരി പ്രസംഗം എന്നെ കേട്ടിട്ടുണ്ടാകും. കാരണം പരിയപ്പന കുടുംബത്തിലെ മിക്ക കല്യാണവും ഞാൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്കിലും വീണ്ടും ഓർമ്മിപ്പിക്കാം ചില കാര്യങ്ങളൊക്കെ. ആദ്യത്തെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യത്തെ കുടുംബം ഏദൻ തോട്ടത്തിൽ ദൈവം മനോഹരമായി ക്രമീകരിച്ച ആദവും അവയും അടങ്ങുന്ന ആ കുടുംബം. ദൈവം ആദത്തെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. എന്നിട്ട് അവന് പുരുഷൻ എന്ന് പേര് കൊടുത്തു. സ്ത്രീയെ ഒരു വാരിയലെടുത്ത് അതിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് അവൾക്ക് നാരി എന്ന് പേര് കൊടുത്തു. ഇവിടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് പുരുഷൻ. അതുകൊണ്ട് പുരുഷൻ മണ്ണിന്റെ ഗുണങ്ങൾ കാണിക്കണം. നീ പ്ലാസ്റ്റിക്കിന്റെ ഗുണം കാണിക്കാൻ പോകരുത്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ ഗുണം കാണിക്കാൻ പോകരുത്. സ്റ്റീലിന്റെ ഗുണം കാണിക്കാൻ പോകരുത്. മണ്ണിന്റെ ഗുണങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ജീവിക്കും. ജീവൻ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. ഈ മണ്ണാണ് നമുക്ക് ഈ മനോഹരമായ ഈ പ്രപഞ്ചത്തെ തീർത്തു തന്നിരിക്കുന്നത്, ഈ ഭൂമിയെ തീർത്തു തന്നിരിക്കുന്നത്. അപ്പോൾ നീയാകുന്ന മണ്ണ് അത് മനോഹരമായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു കടമ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഇനി നീ ഈ മണ്ണിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഈ മണ്ണ് വെള്ളത്തിൽ അലിഞ്ഞു പോകും, അല്ലേ? അലിഞ്ഞു പോകും.
ഒരു കല്ലെടുത്ത് ഇടി കൊടുത്താൽ അത് പൊടിഞ്ഞു പോകും അല്ലേ? അപ്പോൾ മണ്ണിന് അത്രയും കാര്യമുള്ളൂ. അപ്പോൾ മണ്ണിൻ്റെ ഒരു ഗുണമാണ് അത് അലിഞ്ഞു പോകുമെന്നുള്ളത്. ഒരു അലിവുള്ള ഹൃദയം നിനക്കുണ്ടാകണം, എങ്കിൽ നിന്റെ കുടുംബജീവിതം ധന്യമായിരിക്കും. ഒരു അലിവുള്ള ഹൃദയം. ഇനി അത് പച്ചവെള്ളത്തിലെ അരിയാളോ. ഇപ്പം ജൻസികളുടെ ഭാഷ പറഞ്ഞാൽ വേറെ വെള്ളത്തിലൊന്നും അത് അലിയരുത്. അതലിഞ്ഞാൽ കുട്ടിച്ചോറാവുകയും ചെയ്യും, അച്ഛൻ പറഞ്ഞേക്കാം. അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ അലിയുന്ന ഒരു അലിവുള്ള മനസ്സ് നിനക്ക് ഉണ്ടാകണം. ഇനി ആരും നിന്നെ ഇടിച്ചു പൊടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത്. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടെ ഇരിക്കണം എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇനി സ്ത്രീയെ സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണ്. അത് ഹൃദയഭാഗത്തിന്റെ ഒരെല്ലെടുത്തിട്ടാണ് സൃഷ്ടിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തലയിൽ ഒരെല്ലെടുത്ത് സൃഷ്ടിക്കാമായിരുന്നു, കാലിൽ ഒരെല്ലെടുത്ത് സൃഷ്ടിക്കാമായിരുന്നു. തലയിലെ എല്ലെടുത്ത് സൃഷ്ടിച്ചെങ്കിൽ അവൾ നിന്റെ തലയിൽ കയറി. കാലിലെ എല്ലെടുത്ത് സൃഷ്ടിച്ചാൽ നീ അവളെ ചവിട്ടി കാലിക്കലിടും. അപ്പൊ അതിനൊന്നും ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹൃദയത്തിന്റെ ഭാഗത്തെ ഒരെല്ലെടുത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു ഇണയെ സൃഷ്ടിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലിന്റെ ഗുണം എന്താണ്? എല്ലിന്റെ ഗുണം എന്താണ്? എല്ലിതുപോലെ അലിയോ? ഇല്ല. എല്ല് വീണ് കഴിഞ്ഞ് എന്താ സംഭവിക്കുക? എല്ല് ഒടിഞ്ഞു പോകും അല്ലേ? ദയവ് ചെയ്ത് ഇവളെ നീ ഒടിക്കരുത്. ഇവളെ ഒടിക്കാതെ നീ ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കണം. ഇനി എല്ല് നല്ല എണ്ണയിട്ട് തിരിഞ്ഞാൽ വളയുന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ആയുർവേദക്കാരുടെ കൂടെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവളെ എണ്ണയിട്ട് നന്നായിട്ട് വളയ്ക്കണം. വളഞ്ഞ പിന്നെ നുവരില്ല, നീ രക്ഷപ്പെട്ടു. അപ്പൊ ഏതെണ്ണയിട്ടാണ് വളയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്നേഹമെന്ന ആ എണ്ണയിട്ട് വേണം ഇവളെ വളയ്ക്കാൻ. പിന്നെ ഇടിക്കാനും ബഹളമുണ്ടാക്കാനൊക്കെ പോയി അവൾ ഒടിഞ്ഞു പോകും. അത് പിന്നെ നിന്റെ ജീവിതം തന്നെ കൊഞ്ഞാട്ടയാകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ സ്നേഹം കൊണ്ട് അവളെ വളയ്ക്കണം. വളയോടി വളയുമായിരിക്കില്ലേ? വളഞ്ഞാൽ നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നീയും പൊട്ടിപ്പോകും, ഒടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് സ്നേഹം, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ആ സ്നേഹത്തിൽ നിങ്ങൾ ഉത്തരോത്തരവും ഇങ്ങനെ വളർന്നു വരണം. അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നവും ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നവും. ഇനി എല്ലും മണ്ണും കൂടെ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? എല്ലും മണ്ണും കൂടെ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? ആർക്കാ കേടുപറ്റുക? ആർക്കാ? അമ്മ തന്നെ പറഞ്ഞു, എനിക്ക് തന്നെയാണ്. മണ്ണിനാണ് കേടുപറ്റുക, സൂക്ഷിച്ചോണം. അതുകൊണ്ട് കുടുംബത്തിൽ യാതൊരു തരത്തിലുള്ള ബഹളത്തിനും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകരുത് എന്ന കാര്യം അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് ജീവിക്കണം. ഓരോ ദിവസവും സ്നേഹത്തിൽ വളരണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എന്തോരം സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, ഇതിലൊട്ടും കുറവ് വരരുത്. വർഷങ്ങൾ കഴിയുന്നതോറും നമ്മൾ കണ്ടത് കുറഞ്ഞു പോവുകയാണ്. അവസാനം എടുത്തൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കുറഞ്ഞു പോകരുത്, കൂടിക്കൂടി വരണം. ഞാൻ അങ്ങനെ ഒത്തിരി ദമ്പതികളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ കൂടിക്കൂടി കൊണ്ട് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ധ്യാനിക്കണം. ഇനി അടുത്ത കാര്യം അച്ഛന് പറയാനുള്ളത്, ആരാ പാപം ചെയ്തത്? ആദമോ ഹവ്വയോ? ആരാ ചെയ്തത്? ഹവ്വ അല്ലേ? എല്ലാവരും പറയും ഹവ്വയാണ്. ഞാൻ പറയും ആദമാണ് ആ പാപത്തിന് ഉത്തരവാദി. കാരണം ആ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് അവൻ എവിടെയോ പോയി അല്ലേ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളെ ഒറ്റക്കിട്ടിട്ട് നീ എങ്ങും പോകരുത്. ഞാൻ നാളെ വീട്ടിൽ ചെന്നു, ജൂബിലി ആഘോഷത്തിന്റെ സമയത്താണ് ചെന്നത്. അവരുടെ വിവാഹത്തിന്റെ ജൂബിലിയാണ്. മക്കൾ പറയാം, എൻ്റെ അച്ഛൻ എവിടെ പോയാലും ഇവർ രണ്ടെണ്ണം കൂടെ പോകുള്ളൂ, ഇറച്ചി മേടിക്കാൻ പോയാലും ഇവർ രണ്ടെണ്ണം കൂടെ പോകുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഒറ്റക്കിട്ടിട്ട് പോകരുത്. ഒറ്റക്കിട്ടിട്ട് പോയാൽ അവർക്ക് എന്ത് തോന്നും? ആ ഏതൻ തോട്ടത്തിലൂടെ ഇങ്ങനെ ഒന്ന് നടക്കാൻ തോന്നും. ഏതൻ തോട്ടത്തില് ദൈവം സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞാലും അവിടെ ആരുണ്ട്? പിശാചുണ്ട്.
നമ്മുടെ എല്ലാ കുടുംബത്തിലുണ്ട്. ഈ ദേവാലയത്തിലും ഏതെങ്കിലുമൊക്കെ ഭിത്തിയിലോ പറ്റിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും വിഴുകാൻ വേണ്ടി കിട്ടുവാണെങ്കിൽ അവൻ പറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഒറ്റയ്ക്ക് വിടരുത്, ഒറ്റയ്ക്ക് ആക്കരുത്. ഇന്ന് പല കുടുംബങ്ങളും തകരാനുള്ള കാരണം ഇവരേതെങ്കിലും രണ്ട് നാട്ടിലൊക്കെ ആയിരിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കായി. അതുകൊണ്ട് നിർവാഹമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആക്കരുത്. അപ്പോൾ പിന്നെ ഇനി ഒറ്റയ്ക്കായാലും ഇറങ്ങിപ്പോകാനൊന്നും തോന്നരുത്. പങ്കച്ചേ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തെത്താൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു പാമ്പായിട്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണം? പിന്നെ നീ ഒരു വടിയെടുത്ത് തല്ലു കൊടുക്കും. നീ എന്ത് ചെയ്യും? ഇവന്റെ തോളയിലേക്ക് കയറും. അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞല്ലേ. ചേട്ടാന്നാണ് എന്താ വിളിക്കുക എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങോട്ട് ചാടിക്കരും അല്ലേ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ കെവിൻ ആ പാമ്പിനെ ഒന്ന് തല്ലിക്കൊണ്ടോളും. അതുകൊണ്ട് നീ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റയ്ക്കാകരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കണം. അതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വീണ്ടും ആ ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മരത്തിന്റെ പഴം മാത്രം ഭക്ഷിക്കരുത് എന്ന് അല്ലേ. അപ്പോൾ അരുതുകളുണ്ട്, അതിരുകളുണ്ട്. അത് പൗരോഹിത ജീവിതത്തിലുണ്ട്, സന്യാസി ജീവിതത്തിലുണ്ട്, കുടുംബ ജീവിതത്തിലുണ്ട്. അരുതുകളുണ്ട്, അതിരുകളുണ്ട്. മറക്കരുത്. അത് അതിരുകൾ ലംഘിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അരുതുകൾ ലംഘിച്ചാൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രശ്നമുണ്ടാകും. നമുക്കറിയാം ഒരു ലക്ഷ്മണരേഖയെ കുറിച്ചല്ലേ നമ്മൾ രാമായണത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ലക്ഷ്മണരേഖ കടന്നപ്പോൾ എന്ത് സംഭവിച്ചു? സീതനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇതാണ് കുടുംബ ജീവിതത്തിൽ അരുതുകളുണ്ട്, അതിരുകളുണ്ട്. ഒരിക്കലും മറക്കരുത്. അത് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ അതിരുകളും അരുതുകളും ഒക്കെ നിങ്ങൾക്കറിയാം. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന അതിരുകളുണ്ട്, അരുതുകളുണ്ട്. ഒരിക്കലും മറക്കരുത്. ഇനി മറ്റൊരു കാര്യം, ആ ദൈവം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് തീ തുപ്പുന്ന മാലാഖമാരെ അവിടെ കാവൽ നിർത്തി, ഇനി അവരെ കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഏദൻ തോട്ടത്തിന് പുറത്തുപോയി ജീവിതം ആരംഭിച്ചു. ജീവിതം ആരംഭിച്ചപ്പോൾ അവർക്ക് ആദ്യം ഒരു മകൻ ജനിച്ചു. അതെവിടെ വെച്ചാണ് ജനിച്ചത്? ഏദൻ തോട്ടത്തിന് പുറത്തു. ദൈവത്തിന്റെ കൃപയില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് കായേൻ ജനിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ കൊടുക്കണം. നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങി വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ. മറക്കോ? ഇല്ല. കുഞ്ഞ് ജനിച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ ദൈവകൃപയിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ. ദൈവകൃപയിൽ ആ കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ട് ആ കായൻ ആരായി മാറി? സഹോദരന്റെ കൊലപാതകിയായിട്ട് മാറി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ദൈവകൃപയിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ. എത്ര മക്കൾ വേണമെന്നൊക്കെയാ എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ വീട്ടിൽ എത്ര ഉണ്ടാ? 3. ഇവിടെ വീട്ടില് 2. അപ്പം 3 2 കൂട്ടി 5 മക്കൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെന്നെ പ്രാഗോന്ന് അറിയത്തില്ല. ഈ മക്കളൊക്കെ ഉള്ള കുടുംബാണ് രസം. ഈ 3 തല്ലുകൂടി നടന്നൂടെ ഇല്ലേ? ഒരു 5-6 നിങ്ങൾ ആലോചിച്ച് എന്തൊരു രസമാണ്. അടികൂടി ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കാൻ എന്തൊരു രസമാണ്. നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം തല്ലിക്കെടുക്കരുത് 1 2 ഒക്കെ ആക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സാധാരണ പെണ്ണുങ്ങളാണ് സമ്മതിക്കാത്തത്. അതുകൊണ്ട് ഇവളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നീ കാര്യം നടത്തിയേച്ചാൽ മതി. അപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. ധാരാളം കുഞ്ഞുങ്ങൾ കുടുംബത്തില് ജനിക്കണം. അങ്ങനെ കുടുംബജീവിതത്തിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. വിവാഹബന്ധത്തിന്റെ അഭേദ്യത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വധുവന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം
വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടമിടെ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതകൾ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതർ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിലെ പുരുഷന് ജീവിത സഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ രഥപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ധാനിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ധാനിയ വിശുദ്ധാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ കെവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലെയും സ്നേഹത്തിലും പദവിമാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉത്തരമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗമികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow.
ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിനെ വലമേ നിൽക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിലെ നായകനായ മാറേസ് പിതാവിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
They say, hold on to the ones you love. Keep them close to you. And they say, hold on to this time we have. And let the light shine through. Ladies and gentlemen, let's put our hands together for our handsome groom, Mr. Kevin Biju, and our beautiful bride, Mrs. Tanya Roy. Hold on to the ones you love. Keep them close to you. Kevin always tells to Tumbi that when normal kids had to get permission from two parents, he had to get it from 4. Because കെവിൻ ചേട്ടൻ ജീവിച്ച് വളർന്നതോ സ്നേഹമൊക്കെ കിട്ടിയത് ഒരു സെറ്റ് ഓഫ് പാരൻസിൻ്റെ കയ്യിൽ നിന്നല്ല ബട്ട് 2. സോ ഫസ്റ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് ദി പേഴ്സൺസ് ഹു ഹിം ലവ്ലി കോൾസ് us അപ്പ ആൻഡ് അമ്മ, മിസ്റ്റർ ബിജു ജോൺ ആൻഡ് മിസ്സസ് ബെറ്റി ജോൺ. നല്ലൊരു ഐഡിയ നമുക്ക് അവർക്ക് കൊടുക്കാം കേട്ടോ. ദെൻ ഹിസ് ഡാഡി ആൻഡ് മമ്മ, ബിനോയ് ജോൺ ആൻഡ് ഷിൻസി ജോൺ. ഇവരെ നമുക്ക് നിറഞ്ഞൊരു ഐഡിയയോടെ സ്വാഗതം ചെയ്യാം. A safe place somewhere in the woods we can start a fire. First, let me invite the parents, Mr. Roy Matthew and Mrs. Susan Roy. നല്ലൊരു വീഡിയോയോടെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Also, I would like to invite her sibling Matthew T. Roy and his wife Mrs. Pinky Joseph. And their little baby Rachel Rose Matthews, who is also celebrating her first birthday today. Happy birthday Rachel. നല്ലൊരു വീഡിയോയുടെ സ്വാഗതം ചെയ്യാം. ഈ രണ്ട് ഫാമിലി ഒന്നായിരിക്കുകയാണ്. ഇന്ന് ഈ ഫാമിലിയുടെ യൂണിയന് വേണ്ടി നമുക്കൊരു നല്ലൊരു ഐഡിയ കൊടുക്കാം. ശക്തിയില്ല കേട്ടോ, തീരെ ശക്തിയില്ല. Now we are entering to the candle lighting ceremony. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം പ്രകാശത്താൽ പൂരിതമാട്ടെ എന്ന് നാം ആശംസിച്ചുകൊണ്ട് നാം നടത്തുന്ന ഒരു ചടങ്ങാണിത്. May I request the groom and the bride to step forward to light the candle. It all behind. Can't you see? We need some time
and we all sit around the fire. We feel a little warmer now, and we all sit around the fire. We feel so much better now. പെണ്ണും മധുരം വയ്ക്കട്ടെ. ചെറുക്കിന് മധുരം വയ്ക്കട്ടെ. കെവിന് മധുരം വയ്ക്കട്ടെ. മണവാളിനും മണവാട്ടിക്കും മധുരം വയ്ക്കട്ടെ. And we all sit around the fire. We feel a little warmer now, and we all sit around the fire. We feel so much better now, and we all sit around the fire. We feel a little warmer now, and we all sit around the fire. We feel so much better now. I found a girl, beautiful and sweet. I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love. Now
കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കോരുന്ന ഒരായിട്ടുണ്ട് പാട്ട്. It's a wide ocean and the tides in motion, and our homes are chosen, yet still we're all broken. It's been a while now since that old town down by the water, picking stones from the ground. Take me home to the friends I've always known. Take me home, back to the place where I belong. Distant coastline where big subsides, washed away with that ocean's tide. Need to slow down and look around, not that far from that place we call home. Take me home to the friends I've always known. Take me home, back to the place where I belong. I felt it from the start. It grew inside my heart. It changed me from that day.
This love I can't contain. I waited for a sign, so patient and divine. For fate was on our side. That day I came to find that